കാവ്യയുടെയും ദിലീപിന്റെയും വാർത്തകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട്. അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന പല വാർത്തകളും കാവ്യക്കെതിരായ വാർത്തകളാണ്. ഇപ്പോൾ കാവ്യ ഒരു വക്രബുദ്ധിക്കാരിയാണെന്ന്, എന്തും ചെയ്യുമെന്നും ദിലീപിനെ നേടിയെടുക്കാൻ കാവ്യ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. കാവ്യ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരാളാണ്. എന്നാൽ ഇതിന്റെ പേരിൽ കാവ്യയും ദിലീപും സമൂഹത്തിൽ നിന്ന് വിമർശനങ്ങൾ ഒരുപാട് നേടുന്നുണ്ട്. ഇപ്പോൾ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സോഷ്യൽ ആക്ടിവിസ്റ്റും ഒക്കെയായ ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒരു സമയത്ത് ഞാൻ സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു കാവ്യ. പക്ഷേ ഇപ്പോൾ അവർ ഒന്നല്ല, 2 സ്ത്രീകളുടെ ജീവിതത്തിലാണ് കാവ്യ കളിച്ചത്. ഒരു പെണ്ണ് തന്നെ മറ്റു 2 സ്ത്രീകളുടെ ജീവിതം നശിപ്പിച്ചു. ഒരു സ്ത്രീയെ തെരുവിലിട്ട് അപമാനിക്കുന്നു, മറ്റൊരാളെ വീട്ടിൽ നിന്ന് ഇറക്കാനും കാരണമായി. അതുകൊണ്ട് തന്നെ ഇനി കാവ്യയോട് ഒരു തരത്തിലും സഹതാപം തോന്നേണ്ട കാര്യമില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. കാവ്യയ്ക്ക് ഈ സംഭവം അറിയാം. നേരിട്ട് പങ്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നടക്കുമെന്ന് ആരാണ് നടത്തുന്നതെന്നും കാവ്യയ്ക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് സിനിമാ മേഖലയിൽ എല്ലാവർക്കും അറിയാം. കാവ്യ അറിയാതെ ദിലീപ് ഒന്നും ചെയ്യില്ല. എനിക്ക് തോന്നിയിട്ടുള്ള കാവ്യ സ്മാർട്ട് എന്നല്ല പറയേണ്ടത്, വക്രബുദ്ധിയുള്ള സ്മാർട്ട്നെസ് എന്നാണ് പറയുന്നത്. അവർ ജീവിതത്തിൽ ഒരു കാര്യം ആഗ്രഹിച്ചു, അത് നേടാൻ വേണ്ടി അങ്ങേയറ്റം വരെ പോയി. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ആഗ്രഹിച്ച ആ കാര്യം നേടി. ഇതൊക്കെയാണ് കാവ്യ സ്മാർട്ട് എന്ന് പറയാനുള്ള കാരണം. ഒരു പെണ്ണ് തന്നെ ഒരു പെണ്ണിനെ റോഡിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൂട്ടു നിൽക്കുമോ? ഇങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. അതേസമയം കാവ്യയുമായി ചോദ്യം ചെയ്യൽ നടത്തിയ റിപ്പോർട്ടിൽ ക്രൈംബ്രാഞ്ചിന് കാവ്യ നൽകിയ മൊഴി തനിക്ക് കേസിൽ നേരിട്ടോ അല്ലാതെയോ യാതൊരു പങ്കും ഇല്ലെന്നായിരുന്നു. അന്നും ഇത് വാർത്തയിൽ ഇടം പിടിച്ച ഒന്നു തന്നെയായിരുന്നു. ജീവിതത്തിൽ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ചെയ്തൊരു വക്രബുദ്ധിക്കാരിയാണ് കാവ്യ എന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ ഒരുപാട് തെളിവുകൾ ഭാഗ്യലക്ഷ്മിയുടെ പക്കലുണ്ടെന്ന് പോലെ തോന്നും. ഒന്നല്ല, 2 പേരുടെ ജീവിതം തകർത്ത ആളാണ് കാവ്യ എന്ന് പറയുന്നു. ഒന്ന് ആക്രമിക്കപ്പെട്ട നടി, മറ്റൊന്ന് ദിലീപിൻ്റെ ആദ്യ ഭാര്യ. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഭാര്യ വീട്ടിൽ നിന്ന് ഇറക്കാൻ പോലും കാരണവും ഇവർ തമ്മിൽ ഡിവോഴ്സിലേക്ക് നീങ്ങാനുള്ള കാരണവും കാവ്യയാണെന്ന് തന്നെയാണ് പറയുന്നത്. ബാലതാരമായി സിനിമയിലെത്തിയ നടിയാണ് കാവ്യ. മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും മുൻനിര നായകമാരിൽ ഒരാളായി തിളങ്ങി നിൽക്കുന്ന താരം. അതേസമയം വ്യക്തിജീവിതത്തിലേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത ആൾ കൂടിയാണ്. ദിലീപ് മഞ്ജു വിവാഹമോചനത്തിന് കാരണം കാവ്യയാണെന്ന രീതിയിലെ വാർത്തകൾ വരികയും അതിനുശേഷം കാവ്യയും ദിലീപും വിവാഹിതരാവുകയും അതോടെ കാവ്യ സിനിമാ രംഗം തന്നെ ഉപേക്ഷിച്ച് കുടുംബിനിയായി മാറുകയും ചെയ്തു. കൂടാതെ തന്നെ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കാവ്യയും പ്രതി ചേർക്കുകയും പിന്നീട് കാവ്യയെ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാവ്യ ഇതിൽ പ്രതിയാവേണ്ട കാര്യമില്ല എന്ന് പറയുന്നവരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ പലരും മറ്റു ചില കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. ദിലീപല്ല ഇത് ചെയ്തത്, കാവ്യ തന്നെയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. നിലവിൽ ഇപ്പോൾ നിരവധി കാര്യങ്ങളാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. 2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഒരു തീർപ്പ് കഴിപ്പിക്കും. കാരണം വർഷങ്ങളേറെയായി തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്. 5 വർഷം 10 വർഷം നീണ്ടു നിൽക്കുന്ന കേസായി മാറിക്കഴിഞ്ഞു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്. കൃത്യമായ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെയാണ് കൃത്യമായ പ്രതികളെ നമുക്ക് ചോദ്യം ചെയ്യാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ ആകാത്തത് എന്നതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.